ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജാനകി വാസുദേവനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അത് കുറച്ച് ദിവസമായാലും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോരി കോരി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. വാസു പറയാണ്, മതി ജാനകി, ഇത് മതി എനിക്ക്. ജാനകി സന്തോഷത്തോടെ പറയാണ്, ഹാ കഴിക്കുന്നേ. അത് കണ്ടിട്ട് ആരതിക്ക് ചിരി വരികയാണ്. ഏട്ടാ നന്നായിട്ട് കഴിക്ക്. ഏട്ടനിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? മതി ജാനകി മതി, ഞാൻ കഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാം. പ്ലീസ് ജാനകി മതി, കഴിക്കുന്നേ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഏട്ടനാ 85 ലക്ഷം രൂപ എടുത്തിട്ടില്ലെന്നുള്ള വിശ്വാസം. എന്തായാലും ഏട്ടനത് തെളിയിച്ചല്ലോ, എനിക്കത് മതി. എൻ്റെ ചേട്ടനും അച്ഛനും എൻ്റെ ഭർത്താവിൻ്റെ മേൽ കള്ളക്കുറ്റം ആരോപിച്ചതിന് അവർക്ക് ശരിയായ മറുപടിയാണ് ഞാൻ കൊടുത്തത്. അതൊക്കെ കേട്ട് വാസു, ജാനകി, ഇതിനാദ്യം മേഘയ്ക്കാണ് നീ നന്ദി പറയേണ്ടത്. എന്തായി പറയുന്നേ? അതേ ജാനകി, ആ ആനന്ദാണ് പണം മോഷ്ടിച്ചത് എന്ന് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞത് മേഘയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരതി പറയാണ്, കണ്ടില്ലേ അമ്മേ, നമ്മുടെ സിദ്ധു പോലും മുത്തശ്ശൻ്റെയും അങ്കിളുടെയും കൂടെ നിൽക്കുക ചെയ്തത്. എന്നിട്ട് അച്ഛനാണ് പണം മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ മേഘ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കുറച്ചെങ്കിലും വിശ്വാസത്തിൽ അത് തെളിയിക്കാൻ സഹായിക്കുകയും ചെയ്തല്ലോ. എന്താ അമ്മേ സിദ്ധു ഇങ്ങനെയായത്? അതേ ജാനകി, അവനെ ഞാൻ ജനിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം അവനെ വളർത്തിയതും വലുതാക്കിയതും ഒക്കെ മഹേന്ദ്രൻ ചേട്ടനല്ലേ. അതുകൊണ്ടാണ് അവൻ അവരോട് വിശ്വസ്തരായിരിക്കുന്നത്. സ്വന്തം അച്ഛനെ പോലും അവന് സംശയമാണ്. എന്തോ ആട്ടെ, ഏട്ടൻ കഴിക്ക്. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വാസു വിളിക്കുകയാണ്, എടാ സിദ്ധു. അച്ഛാ. എടാ ഇങ്ങോട്ട് വേടാ. എന്താ അച്ഛാ? ഇരിക്ക്, കഴിക്ക്. ഇപ്പം വേണ്ട അച്ഛാ, എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പോൾ ജാനകി പറയാണ്, ഇവൻ നമ്മുടെ കൂടെ ഒന്നും ഇരുന്ന് കഴിക്കില്ല. അവൻ അവൻ്റെ അമ്മായിയുടെയും അമ്മാവൻ്റെയും കൂടെ ഇരുന്നേ കഴിക്കൂ. പിന്നെ ആരതി പറയാ, എന്നാലും ചേട്ടൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അച്ഛനാണ് ആ 85 ലക്ഷം രൂപ മോഷ്ടിച്ചത് എന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? എന്തായാലും നന്നായി, അച്ഛനല്ല ആ പണം എടുത്തതെന്നും ആനന്ദാണ് ആ പണം എടുത്തതെന്നും മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അവസാനം വരെയും അച്ഛനാണ് ആ പണം എടുത്തതെന്നുള്ള പഴി കേൾക്കേണ്ടി വന്നേനെ. അപ്പോഴാണ് സിദ്ധു പറയുന്നത്, ആനന്ദ് സാറാണ് ആ പണം എടുത്തത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് കേട്ട് ജാനകി പറയാണ്, അപ്പോൾ നീ ആ ആനന്ദിനെ വിശ്വസിക്കും, സ്വന്തം അച്ഛനെ വിശ്വസിക്കില്ല അല്ലേ? നിൻ്റെ അച്ഛൻ അയാളെ കയ്യോടെ പിടിച്ചുകൊണ്ടുവന്നല്ലേ ഇവിടെ നിർത്തിയത്. അവൻ സ്വയം 85 ലക്ഷം രൂപ അവനാണ് എടുത്തത് എന്ന് സമ്മതിക്കുകയും ചെയ്തതല്ലേ. പക്ഷേ നീ മാത്രം വിശ്വസിക്കില്ല. നല്ല മോൻ തന്നെയാ നീ. നീ എൻ്റെ മോനായി ജനിച്ചതിൽ എനിക്ക് അപമാനം തോന്നുക. നീ പോയി നിൻ്റെ അമ്മായിക്കും അമ്മാവനും വിശ്വസ്തനായിട്ടിരുന്നോ ചെല്. സിദ്ധു അത് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ വാസു പറയാണ്, എന്തിനാ അവനോട് വെറുതെ വഴക്കുണ്ടാക്കുന്നത്? എന്താ മോളെ നീ എണീറ്റത്? അല്ല ചാ മതി, ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവർ ഏട്ടൻ്റെ മേൽ ഇല്ലാത്ത പഴി ചുമത്തിയപ്പോൾ എനിക്കത് എത്ര അപമാനമായി എന്നറിയോ? ഇപ്പോഴാ എൻ്റെ മനസ്സിലെ ഭാരമൊക്കെ ഒഴിഞ്ഞത്. വാസു ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും ഭാഗ്യം, മേഘ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനാണ് പണം മോഷ്ടിച്ചത് എന്ന് എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. മേഘയില്ലായിരുന്നെങ്കിൽ അവസാനം വരെയും ഏട്ടൻ പേരുദോഷം കേൾക്കുമായിരുന്നു. നമ്മൾ ആദ്യം മേഘയ്ക്കല്ലേ നന്ദി പറയേണ്ടത്. ശരിക്കും മേഘ വളരെ നല്ല കുട്ടിയാണ് ജാനകി. ജാനകി, ഞാനൊരു കാര്യം ആലോചിക്കുക. എന്താ ഏട്ടാ? മേഘയെപ്പോലെ ഒരു പെൺകുട്ടിയെ വേണം നമ്മുടെ സിദ്ധുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ. എൻ്റെയും ആഗ്രഹം അതുതന്നെയാ ഏട്ടാ. അവളെപ്പോലെ നല്ലൊരു മനസ്സുള്ളവളാണ് നമ്മുടെ കുടുംബത്തിൽ മരുമകളായി വരേണ്ടത്. ഇക്കാര്യത്തിൽ നമുക്ക് അധികം വൈകാതെ ഒരു തീരുമാനം എടുക്കാം. ശരി ശരി വാസു പറയാം. ഏട്ടാ കുറച്ചുകൂടെ കഴിക്കുന്നേ. മതി ജാനകി, മതി മതി, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ജാനകി എന്നിട്ട് കൈ തുടക്കാൻ വേണ്ടി സാരിത്തുമ്പ് കൊടുക്കുകയാണ്. കൈ തുടച്ചോളൂ ഏട്ടാ. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈ തുടക്കുകയാണ്. പോയിട്ട് വരാം ജാനകി. ശരി. മഹേന്ദ്രൻ സാറ് വിഷമത്തോടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധു ഇതൊക്കെ കാണുന്നത്. സിദ്ധു അവിടെ വന്നിട്ട് വിളിക്കുകയാണ്, അങ്കിളേ.
വരൂ സിദ്ധാർത്ഥ്. എന്താ വാസുദേവന് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഇല്ലങ്കിളെ, അച്ഛന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. സോറി സിദ്ധാർത്ഥ്, ഞാൻ കാരണം നീയും നിൻ്റെ അച്ഛനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയൊന്നുമില്ല അങ്കിളെ. മേ ബി എനിക്കെന്തോ ചെറിയ സംശയം തോന്നുന്നു. ആ ആനന്ദ് പണം എടുത്തു കാണുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയം തോന്നുന്നു. ഒരുപാട് വർഷമായിട്ട് ആനന്ദ് നമ്മുടെ കമ്പനിയിൽ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. ഇതുവരെ അദ്ദേഹം ചെറുതായിട്ട് പോലും ഫിനാൻസിൽ ഒരു ഉഴപ്പും കാണിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട്? എനിക്കെന്തോ സംശയം തോന്നുന്നു അങ്കിളെ. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ പറയുന്നത്, എനിക്കും അങ്ങനെയൊരു സംശയം ഉണ്ട്. ആനന്ദ് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ചീറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അയാളുടെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്കിള് പറഞ്ഞത് ശരിയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാലേ ഈ മോഷണത്തിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവും. ശരിയാണ് സിദ്ധാർത്ഥ്. ആ ആനന്ദിനെ ക്ലോസ് ആയിട്ടും വാച്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു ക്ലൂ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ സിദ്ധു, അല്ലെങ്കിലേ നമുക്കെന്തുകൊണ്ട് ആനന്ദിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തുകൂടാ? അയാൾ ജയിലിൽ പോകുന്നതല്ലല്ലോ പ്രധാനം സിദ്ധു. അവൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവരെയും ചേർത്ത് വേണം ജയിലിലേക്ക് അയക്കാൻ. അതുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത്. ഇത്രയും വലിയൊരു കുറ്റം അവൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ രഹസ്യം ഉണ്ട്. ആ രഹസ്യം നമ്മൾ സമാധാനമായി കണ്ടുപിടിക്കണം. ശരി അങ്കിളെ, കുറച്ച് ദിവസം സമയം തരൂ. അയാളുടെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം. ശരി അങ്കിളെ. ശരി മോനെ. പിന്നെ മുത്തശ്ശനും മഹേന്ദ്രൻ സാറും സിദ്ധു ഒക്കെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അവിടെ ലക്ഷ്മി കോഫിയുമായിട്ട് വരികയാണ്. ഇതായേട്ടാ, കോഫി കുടിക്ക്. സിദ്ധു അപ്പോഴും പറയുകയാണ്, ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കണ്ടുപിടിക്കും അങ്കിളെ. അവിടെ ജാനകി വന്നിട്ട് പറയാണ്, അച്ഛാ, എനിക്ക് അച്ഛനോടൊപ്പം സംസാരിക്കണം. പറഞ്ഞോ മോളെ. എൻ്റെ ഭർത്താവ് ചെയ്യാതെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നാണം കെടുത്തി ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. ഇപ്പോൾ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സമ്മതിച്ചു. പിന്നെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഫിനാൻസ് ഹെഡ് ആക്കാത്തത്? മഹേന്ദ്ര, ജാനകി ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയും. വാസുദേവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചല്ലോ. പിന്നെന്തുകൊണ്ടാണ് വീണ്ടും അവനെ ഫൈനാൻസ് ഹെഡ് ആക്കാത്തത്? മുത്തശ്ശൻ മഹേന്ദ്രനോട് ചോദിക്കുകയാണ്. അത് പറ്റില്ലെന്ന് അല്ലച്ചാ, അതിൻ്റെ ആവശ്യം പക്ഷേ ഇപ്പോൾ ഇല്ല. വാസുദേവൻ നോക്കിയിരുന്ന ഉത്തരവാദിത്തം സിദ്ധാർത്ഥിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് അത് നന്നായി തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും മാറ്റണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമല്ല, വാസുദേവന് പ്രായമായി വരികയല്ലേ. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അച്ഛാ. അത്രയേ ഉള്ളൂ. സിദ്ധു തന്നെ ഇപ്പോൾ അത് നോക്കട്ടെ. അപ്പോൾ ജാനകി, സിദ്ധുവിനെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ അവിടെ നിന്നും ഒഴിവാക്കുകയാണോ? അങ്ങനെയൊന്നും അല്ല ജാനകി. വാസുദേവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ സിദ്ധുവിനല്ലേ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇനി ഫിനാൻസ് ഹെഡ് ആക്കാനേ പോകുന്നില്ല. അങ്ങനെയല്ലേ? ജാനകി, വിട്ടുകളാ. എന്തിനാ ആവശ്യമില്ലാത്തവരോടൊക്കെ പോയി സംസാരിക്കുന്നത്? വാസു പറയാണ്. എനിക്ക് ഫിനാൻസ് ഹെഡ് ആയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു ദിവസം അവരുടെ മനസ്സാക്ഷി അവരെ തന്നെ കുറ്റപ്പെടുത്തും. അത്രയും പറഞ്ഞ് വാസുദേവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ജാനകി പറയാണ്, ചേട്ടാ, ചേട്ടൻ ചെയ്യുന്നത് ഒട്ടും ന്യായമല്ല. എൻ്റെ ഭർത്താവിനെ വല്ലാതെ അപമാനിക്കുന്നുണ്ട്. നോക്ക് ജാനകി, അവനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സിദ്ധാർത്ഥ് എന്താ അന്യനാണോ? നിൻ്റെ മകൻ തന്നെയല്ലേ. ഇത്രയും നാൾ നിൻ്റെ ഭർത്താവ് നോക്കിയിരുന്ന ജോലി നിൻ്റെ മകനെ ഏൽപ്പിച്ചു. നാളെ ഒരു സമയം സിദ്ധാർത്ഥ് വീണ്ടും നിൻ്റെ ഭർത്താവിനെ തന്നെ ആ ജോലി ഏൽപ്പിച്ചാൽ മഹേന്ദ്രൻ എന്താ വേണ്ട എന്ന് പറയുമോ? ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടാതെ മറ്റെന്തെങ്കിലും ജോലി നോക്ക്. പിന്നെ മലർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ചന്ദ്രിക പറയാണ്, മലർ, അമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് നോക്ക്. വാ. എന്താ അമ്മേ? വാ. എന്താ അമ്മേ, എന്താ കൊണ്ടുവന്നത്? എന്താ കൊണ്ടുവന്നത്? ദാ നോക്ക്, ഇത് നിനക്ക് ഓടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഇപ്പം നോക്ക്, അമ്മ ഇപ്പോൾ പോയി ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്. ഞാൻ ഓടിക്കട്ടെ അമ്മേ? ഓടിക്ക്. സൂക്ഷിച്ചോടിക്കണേ. നോക്കി ഓടിക്കും മലർ. മലർ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക ചിന്തിക്കുകയാണ്. മഹേന്ദ്രൻ അച്ഛൻ കാർ ഓടിച്ചു കൊടുക്കുന്ന ആ രംഗം. കാറ് ഓടിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പുറവും ഇപ്പുറവും പോകേണ്ടതും എടുക്കേണ്ടതും ഒക്കെ പഠിപ്പിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് വാങ്ങിച്ച വണ്ടി കൊണ്ടുവന്ന് കാണിക്കുന്നത്, കണ്ണ് പൊത്തിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത്, അതൊക്കെ ചന്ദ്രിക അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്.
ചന്ദ്രിക ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് മലർ സൈക്കിളിൽ നിന്ന് വീഴുന്നത്. ആ മലർ മലർ അമ്മേ! ചന്ദ്രിക കരച്ചിലടക്കി ഓടി വരികയാണ്. മോളെ മലർ, എന്ത് പറ്റിയടാ? അമ്മേ, വേദനിക്കുന്നു. എന്തെങ്കിലും പറ്റിയോ മോളെ? കൈ എവിടെ നോക്കട്ടെ. അയ്യോ, മുറിഞ്ഞല്ലോ. വാ അമ്മ, മരുന്ന് വെച്ച് തരാവേ. ചന്ദ്രിക പിന്നെ മലറിനെ അവിടെ ഇരുത്തി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് മലർ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ ചോദിക്കുകയാണ്, അമ്മേ, അമ്മയ്ക്ക് ഇവിടെ താമസിക്കാനാണോ ഇഷ്ടം, അതോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ പോയി താമസിക്കാനോ ആണോ ഇഷ്ടം? നിനക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലടാ. അതെന്താ അമ്മേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ കുറച്ചുകൂടി വണ്ണം വെച്ചാൽ മനസ്സിലാവും. അപ്പം മോള് പോയി റെസ്റ്റ് എടുക്ക്. അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മോളെ വിളിക്കാം. അമ്മ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മലറിന് പായൊക്കെ വിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് സിദ്ധുവിനൊരു കോൾ വരുന്നത്. സിദ്ധു വണ്ടിയിൽ പോവുകയാണ്. പറയൂ പ്രസാദ്, പറഞ്ഞോളൂ. ഞാൻ സിദ്ധുവിനെ പിന്നെ സിദ്ധു എങ്ങോട്ടോ പോവുകയാണ്. അപ്പോഴാണ് സിദ്ധുവിനൊരു കോൾ വരുന്നത്. പറയൂ പ്രസാദ്, എന്താ? മഹീന്ദ്രൻ സ്വത്ത് എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ എൻക്വയറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തി. മഹീന്ദ്രൻ സാറിൻ്റെ സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ. സിദ്ധു പെട്ടെന്ന് വണ്ടി വരെ സ്റ്റോപ്പാക്കി. മഹീന്ദ്രൻ അങ്കിളുടെ സ്വത്തൊക്കെ മേഘയുടെ പേരിലോ? സിദ്ധു പെട്ടെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയാണെന്നോ? എന്തായി പറയുന്നത്? അതിന് ഒരു സാധ്യതയില്ലല്ലോ. അതെങ്ങനെ നടക്കും? ലക്ഷ്മി മേഡമാണ് മേഘയ്ക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തത്. ലക്ഷ്മി ആൻറ്റി അങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലല്ലോ. അതെങ്ങനെയാ? പ്രസാദ് സാർ, ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയും. സാർ, ഞാൻ 2 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ വിളിച്ച് പറയുന്നത്. സ്വത്തുക്കളെല്ലാം ഇപ്പോൾ മേഘയുടെ പേരിലാണ് ഉള്ളത്. സാറ് മേഘയോട് ഒന്ന് ചോദിക്ക്. എല്ലാ സത്യങ്ങളും അവർക്കറിയാം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും. മേഘയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും ഡോക്യുമെൻറ്റ്സ് ഓരോ ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് തരൂ. ഓക്കെ സാർ, ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ കോപ്പി എടുത്ത് ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം സാർ. ഓക്കെ. സിദ്ധു വീണ്ടും ചിന്തിക്കുകയാണ്. അതെങ്ങനെ ലക്ഷ്മി ആൻറ്റി സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിൽ എഴുതി വെക്കും? ഇതിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അന്വേഷിക്കണം. സിദ്ധു പിന്നെ നേരെ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോയത്. ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ കോപ്പി സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ സിദ്ധു ഞെട്ടിപ്പോയി. എന്നിട്ട് സിദ്ധു ചോദിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഉത്തരവും മറുപടിയും അയാൾ കൊടുക്കുകയാണ് സിദ്ധുവിന്. അദ്ദേഹം കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പിയുമായിട്ട് സിദ്ധു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സിദ്ധു വണ്ടിയും നിർത്തി ഓടിപ്പോവുകയാണ് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക്. അങ്കിളേ, എന്താ സിദ്ധാർത്ഥ്, എന്താ വല്ലാതിരിക്കുന്നത്? എന്താ സിദ്ധു, എന്താണെങ്കിൽ നീ പറയ്. അങ്കിള് അഡ്വക്കേറ്റ് പ്രസാദിനെ രജിസ്റ്റർ ഓഫീസിലേക്ക് അയച്ചിരുന്നോ? അയച്ചു. എന്താ കാര്യം സിദ്ധു? ഇപ്പോൾ അങ്കിളുടെ സ്വത്തൊന്നും അങ്കിളുടെ പേരിലേ അല്ല. അത് കേട്ട് മഹേന്ദ്ര സാർ ഞെട്ടുകയാണ്. കാര്യം എന്താ എന്ന് അറിയാത്തതുകൊണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി സിദ്ധു പറയാണ് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത്, നമ്മൾ ശ്രീലങ്കയിലേക്ക് പോയ സമയത്ത് മേഘ ലക്ഷ്മി ആൻറ്റിയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ അവളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവളുടെ പേരിലാണ് സ്വത്തുക്കളൊക്കെ ഉള്ളത്. മഹേന്ദ്ര സാറ് ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോട്ടോ കോപ്പി മുഴുവൻ വാങ്ങിച്ചിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഇത് എന്താണെന്ന് നോക്ക് എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നീയാണ് സ്വത്തെല്ലാം മേഘയുടെ പേരിൽ എഴുതി കൊടുത്തത്. എല്ലാ സ്വത്തും ഞാൻ മേഘയ്ക്ക് എഴുതി കൊടുത്തില്ല ഏട്ടാ. അവളുടെ പങ്ക് മാത്രമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ നീ കരുതിയത് അങ്ങനെയാണ്. പക്ഷേ അവൾ ചെയ്തത് അങ്ങനെയല്ല. മുഴുവൻ കള്ളത്തരവും കാണിച്ച് അവൾക്കുള്ള സ്വത്ത് മാത്രമല്ല, എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതിയിരിക്കുകയാണ്. മഹേന്ദ്രൻ സാറ് സങ്കടത്തോടെയും വിഷമത്തോടെയും ലക്ഷ്മിയോട് പറയാണ്. ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.